ഹായ്, നമ്മുടെ കെട്ടിടങ്ങളുടെ ഡ്യൂറബിലിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അപ്പോൾ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ കോൺക്രീറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിസ്ട്രക്റ്റീവായിട്ട് അത് ഒരു ക്യൂബൊക്കെ എടുത്ത് അത് ഒരു മെഷീനിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് ഒക്കെയാണ് അതിൻ്റെ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പഴയ കെട്ടിടങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? അതിൽ ചെയ്യാവുന്ന ചില ടെസ്റ്റുകളുണ്ട്. അതാണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ അഥവാ NDT എന്ന് പറയുക. അപ്പം വിവിധതരങ്ങളായ NDT ടെസ്റ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന് അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ്. അപ്പം സാധാരണ ഈ അൾട്രാസോണിക് എന്തിനു വേണ്ടിയാണ്? സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ യൂണിഫോമിറ്റി, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോർമേഷൻ ഇതൊക്കെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ടെസ്റ്റാണത്. അപ്പോൾ ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിനകത്തേക്ക് ഒരു അൾട്രാസോണിക് വേവ്സിനെ കടത്തിവിട്ട് അതിനെ റീബൗണ്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അത് റിസീവ് വരുന്ന പീരീഡിനെ കണക്കൂട്ടുന്നൊരു മെത്തേഡാണത്. അപ്പോൾ ഇതിലൂടെ ശരിക്കും കോൺക്രീറ്റ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പൈലൊക്കെ ചെയ്യുന്ന കോൺക്രീറ്റ് പൈലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ഉപയോഗിച്ചാണ് പൈലിൻ്റെയൊക്കെ ബൾക്കിംഗ് ഉണ്ടോ, നെക്കിംഗ് ഉണ്ടോ, അതുപോലെ കോൺക്രീറ്റിനകത്ത് വോയിഡ്സ് ഉണ്ടോ, ക്രാക്കുകളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതനുസരിച്ചിട്ട് കോൺക്രീറ്റിന്റെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ടും അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അടുത്ത റീബൗണ്ട് ഹാമർ ടെസ്റ്റ്. ഇത് ഏറ്റവും കൂടുതൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി, കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണത്. ഒരു ജസ്റ്റ് ഒരു റീബൗണ്ട് ഹാമർ, ഒരു വളരെ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹാമറാണിത്. ഇത് കോൺക്രീറ്റിലേക്ക് ജസ്റ്റ് ഒരു ഇമ്പൾസ് കൊടുത്തിട്ട് അതിൽ വരുന്ന റീബൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെന്നതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇമ്പാക്ട് എക്കോ ടെസ്റ്റ്. ഇത് ഒരു NDT ആണ്. ഈ NDTയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺക്രീറ്റിനകത്തുള്ള ഹണി കോമ്പിങ്, വോയിഡ്സ് അല്ലെങ്കിൽ അൺഡുലേഷൻസ് ഇതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഒരു അക്വസ്റ്റിക് എന്ന് പറയാം. അതായത് നമ്മളുടെ ഒരു സൗണ്ട് വേവ്സിനെ കടത്തി വിട്ടിട്ട് അതിന്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്തുണ്ടാവുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ആ കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാർ, GPR എന്ന് പറയും. ഇപ്പൊ ഈ GPR എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കടത്തിവിട്ട് അത് ഉണ്ടാക്കുന്ന റെസ്പോൺസ് അനുസരിച്ചിട്ട് കോൺക്രീറ്റിന്റെ അൻഡുലേഷൻസ് അതോടൊപ്പം തന്നെ വോയിഡ്സ് അതെല്ലാം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും അതിനകത്ത് ഉള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ പൊസിഷൻ, അതിന്റെ തിക്നെസ് ഓഫ് കോൺക്രീറ്റ്, അതോടൊപ്പം തന്നെ അതിന്റെ ഷേപ്പും അതിന്റെ ഒരു ഡയറക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഇതെല്ലാം ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഹാഫ് സെൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ്. നമുക്ക് ഈ കോൺക്രീറ്റിനകത്തുള്ള കമ്പി തുരുമ്പിച്ചതാണോ എന്ന് അറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണിത്. അപ്പം ഇതിനകത്തേക്കുള്ള ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലം നമുക്ക് അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എത്രത്തോളം റെസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റും അതിന്റെ ഒരു പൊസിഷനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടെസ്റ്റിലൂടെ, ഈ ഒരു NDTയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്ത NDT എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ഒരു ഇലക്ട്രിക്കൽ കറണ്ടിനെ കടത്തിവിടുകയും അതിന്റെ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസം മൂലം അതിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ കണ്ടന്റ് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളം റെസ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അയൺ റെസ്റ്റ് ആയിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ക്രാക്ക്, വോയിഡ്സ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ടെസ്റ്റാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് തെർമൽ ഇമേജിംഗ്. തെർമൽ ഇമേജിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ടെമ്പറേച്ചർ, കോൺക്രീറ്റിനകത്തുള്ള ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കുന്ന എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന വോയിഡ്സ് എത്രത്തോളം ഉണ്ട്, അതിൽ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട്, റെസ്റ്റ് ആയിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് തെർമൽ ഇമേജിംഗ് ടെസ്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അക്വസ്റ്റിക് എമിഷൻ ടെസ്റ്റ്. ഇതൊരു അക്വസ്റ്റിക് ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ അക്വസ്റ്റിക് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലുണ്ടാകുന്ന ക്രാക്ക്, അതുപോലെ അതിന്റെ വോയിഡ്സിന്റെ സൈസസ്, ഈവൻ റസ്റ്റിക് ലെവലിലുള്ള കമ്പോണന്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ തിക്നെസ് എത്രത്തോളം വീക്ക് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ടെസ്റ്റ് ആണിത്. അപ്പൊ ഇങ്ങനെയുള്ള പല നോൺ ഡിസ്ട്രക്റ്റീവായ ടെസ്റ്റിലൂടെയും നമുക്ക് ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡ്യൂറബിലിറ്റി പ്രധാനമായിട്ട് നിൽക്കുന്നത് ആ ഒരു കെട്ടിടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ
സ്ട്രെങ്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് അല്ലേ. അപ്പം ഏത് മെറ്റീരിയലാണ്, ഇപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതിന്റെ ലൈഫ് ശരിക്കും കോൺക്രീറ്റ് ഉപയോഗിച്ച മെറ്റീരിയൽസ് അത് മോയ്സ്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നല്ല രീതിയിൽ വെതർ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ അത് ലോങ് ടൈമിൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നത്തെ ഒരു ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് പഴയ ബിൽഡിങ്ങുകൾ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ റിനോവേറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്കത് കെട്ടിടങ്ങളെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ നടത്തി അത് ആപ്റ്റായ ഏത് ടെസ്റ്റ് വേണമെന്നുള്ളത് ഒരു പ്രൊഫഷണൽ സഹായത്തോടെ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകൾ നടത്തി നമുക്ക് അസസ് ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനെ റിനോവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.